നാവിനെ ഒരാൾ അടക്കുകയും നല്ലത് പറയാൻ വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുകയും ചെയ്യുകയാണെങ്കിൽ അതിലൂടെ ഒരുപാട് ഖൈറാത്തുകൾ ആ വ്യക്തിക്ക് ലഭിക്കുന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ഈമാനുള്ളവരെ നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണം. വഖൂലു ഖൗലൻ സദീദാ, നിങ്ങൾ നേരെ ചൊവ്വയുള്ള നല്ല വർത്തമാനങ്ങൾ പറയുകയും വേണം. അല്ലാഹുവിനെ ഭയപ്പെടുന്നവരുടെ അടയാളമാണ് ഖൗലുൻ സദീദ്, നേർക്ക് നേരെയുള്ള വാക്കുകൾ പറയുക, സത്യസന്ധമായ വാക്കുകൾ പറയുക. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ വാക്കുകളെ നന്നാക്കിയാൽ യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളുടെ അമലുകളെ അല്ലാഹു നിങ്ങൾക്ക് നന്നാക്കി തരും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരും. അപ്പോൾ നാം വാക്കുകൾ നന്നാക്കിയാൽ നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നന്നാക്കി തരും. ഗീബത്ത് പറയുക, നമീമത്ത് പറയുക, കളവ് പറയുക, പരിഹസിക്കുക, കുത്തുവാക്കുകൾ പറയുക, തരം താഴ്ത്തി പറയുക, ഇരട്ടപ്പേര് വിളിക്കുക, അങ്ങനെ തുടങ്ങി നാവ് കൊണ്ട് മനുഷ്യന്മാർ ധാരാളക്കണക്കിന് തിന്മകൾ ചെയ്യുന്നുണ്ട്. ആ തിന്മകളിൽ നിന്നൊക്കെ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധീകരിക്കും. നാവിനെ അടക്കാൻ തയ്യാറുണ്ടോ? ഈ പറഞ്ഞ തിന്മകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും.